ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇപ്പം ഉഷ്ണത്തിന് അല്പം ശമനം വന്നു. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്കും എന്ന് എൻ്റെ ഗ്രാൻഡ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. അന്നൊക്കെ ആ പഴഞ്ചൊല്ലൊക്കെ കേൾക്കണമെങ്കിൽ ഇപ്പം അമ്മൂമ്മമാരൊന്നും ഇല്ലല്ലോ പഴഞ്ചൊല്ലറിയാവുന്ന. ഇനി ഞാൻ അമ്മൂമ്മയാവുമ്പോഴേ എനിക്ക് എൻ്റെ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ പഴഞ്ചൊല്ലുകൾ പറയാൻ സാധിക്കൂ. അവിടം വരെ ജീവിച്ചിരിക്കുമെന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ രോഗങ്ങൾ ഒക്കെ വെച്ചിട്ട് നമുക്കറിയത്തില്ല അമ്മുമ്മയാവുമോ എന്താവും ഒന്നും അറിയത്തില്ല. ഓക്കെ ഗൈസ്, ഞാൻ ഒരു തമാശ പറഞ്ഞ് തുടങ്ങിയെന്നേ ഉള്ളൂ ഇൻട്രോ. ഇപ്പം നമ്മൾ ഒരു 2-3 ആഴ്ച കൊണ്ട് 2-3 വാർത്തകൾ നമ്മുടെ ചെവിയിൽ കേട്ടു, കണ്ണുകൊണ്ട് കണ്ടു. ഈ പെങ്കൊച്ചുങ്ങൾക്ക് എന്താ സംഭവിച്ചത്? ഈ പെങ്കൊച്ചുങ്ങൾ ഒരപകടം നമ്മുടെ മണത്തറിയുമ്പം ഏത് മനുഷ്യനും ഉള്ളിൽ ദൈവമുണ്ട്. എല്ലാവരുടെയും ഉള്ളിൽ ദൈവമുണ്ട്. ഒരപകടം വരുമ്പോൾ അത് ഒരു മനുഷ്യൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, നമ്മളിപ്പം സ്നേഹിച്ച ആളുകൾ, കൂട്ടുകാർ, ബന്ധുജനങ്ങൾ, ആരായാലും നമ്മളിപ്പം സഹകരിക്കുന്ന ആളുകളുടെ പെരുമാറ്റത്തിലും നോട്ടത്തിലും വാക്കുകളിലും ഒക്കെ മാറ്റങ്ങൾ വരുന്ന ഏത് മനുഷ്യനും അറിയാൻ പറ്റും. അങ്ങനെ അറിയുമ്പോൾ നമ്മൾ അവരെ പതുക്കെ വെറുപ്പിക്കാതെ പിന്മാറിപ്പോവുക എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ജീവിതത്തിനുമൊക്കെ നല്ലത്. ഈ പെൺപിള്ളേർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. ഓരോ പെൺപിള്ളേരെയൊക്കെ കൊല്ലുകയാണ്. അവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വരുമ്പോൾ അവർ ഒഴിഞ്ഞു പോകണം. ഒരാളിപ്പം വന്ന് വിവാഹം കഴിച്ച് അല്ലേ പ്രേമിച്ചെന്നും പറഞ്ഞിട്ട് അവർ നമ്മളെ പെണ്ണായാലും ആണായാലും ആജീവനാന്തം കൊണ്ട് നടക്കുമെന്നൊന്നും നമുക്ക് ഉറപ്പൊന്നുമില്ല. ഇത് ഇൻഷുറൻസ് അടിക്കുകയല്ലല്ലോ നമ്മുടെ ലൈഫിന് ഇൻഷുർ ഇല്ല. ഒരു വ്യക്തിയാണത്. ആ വ്യക്തിയുടെ മനസ്സ് എപ്പോൾ വേണേലും മാറാം. അത് പെണ്ണായാലും ആണായാലും ലൈഫ് ലോങ് അത് മുന്നോട്ട് പോകുന്ന ആൾ, അത് ദൈവാധീനം. അല്ലാതെ അപകടകരമായ രീതിയിലേക്ക് ഒരു ബന്ധം നീങ്ങുമ്പോൾ ഒരാളിനൊരു പെണ്ണിനൊരാണിനെ വേണ്ട, അല്ലേ ഒരു ആണിനൊരു പെണ്ണിനെ വേണ്ട എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് എന്തുകൊണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞ് പോകുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നീടത് അവരുടെ ഒരു ബ്രൂട്ടാലിറ്റിക്ക് ഇരയായി അവർ മർഡർ ചെയ്യുന്നു. മനുഷ്യൻ്റെ അകത്ത് 2 വ്യക്തികൾ ഒളിഞ്ഞിരിപ്പുണ്ട്, ഒരു നല്ലതും ഒരു ചീത്തയും, അല്ലേ? ഒന്ന് പ്രൊവോക്ക് ചെയ്ത് നമ്മൾ ഒന്ന് ട്രിഗർ ചെയ്ത് നോക്കിക്കേ, ഒരു മനുഷ്യൻ്റെ ഒരുവിധമുള്ള ഈവിൾനെസ് ഒക്കെ പുറത്തു വരും. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത്, ഒരു വ്യക്തിക്ക് നമ്മളെ വേണ്ടെങ്കിൽ അവരുടെ പിറകെ നമ്മൾ പോകാൻ പാടില്ല. വേണ്ടെങ്കിൽ നമ്മൾ പിന്തിരിയുക. പിന്നെന്തിനാ നമ്മൾ അവരെ കടിച്ചു തൂങ്ങി അവരുടെ ലൈഫിനകത്തൊക്കെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നമ്മളൊരു പ്രശ്നക്കാരി എന്ന് അവർക്ക് തോന്നുന്നെങ്കിൽ അവർ നമ്മളെ ഒഴിവാക്കുന്നു. ഒരു പ്രശ്നക്കാരനെന്ന് തോന്നുന്നെങ്കിൽ അത് അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ ഒഴിവായി പോവുക എന്നുള്ളതേ ഉള്ളൂ. അത് കുറേ നാൾ വിഷമമായിരിക്കും. അത് നമ്മൾ സഹിക്കുക, സഫർ ചെയ്യുക. ഒന്നും ഒരു ഗ്യാരണ്ടിയൊന്നുമില്ല ലൈഫിന് പോലും ഗ്യാരണ്ടിയില്ല. ഇപ്പം നമ്മൾ മരിച്ചു പോവോ, ഏത് സമയം മരിച്ചു പോകുമെന്ന് പോലും അറിയാൻ വയ്യ. പിന്നീടാണോ ഒരു വ്യക്തിയുടെ പിന്നാലെ കടിച്ചു തൂങ്ങി നടന്ന് അവർ പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. അവരും ഭാവിയായി നമ്മളെ ഇഹലോകവും ഇല്ല പരലോകവും ഇല്ലാത്ത അവസ്ഥയിലാവും. ബന്ധുജനങ്ങൾക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാം വേദന തരാതെ ഒരു വിവാഹബന്ധമായാലും, ഞാനിതേ പറയത്തുള്ളൂ, ഒരു വിവാഹബന്ധമായാലും ഒരാളിന് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, അവരെ പോകട്ടെ. കുറേ നാൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് ആരെങ്കിലും വേണമെന്നവർ വരും. അല്ലേ അത് നമ്മുടെ ലൈഫാണ്. ലൈഫിൻ്റെ പാർട്ടായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ സഹോദരിമാരെ. ഞാനിത് പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഒരു ആത്മഹത്യയിലും ഒരു കൊലപാതകത്തിലും പോയി കലാശിക്കാതെ ഒരു ബന്ധം ഒരാളിന് വേണ്ടെങ്കിൽ പിന്നെന്തിനാ അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? അങ്ങനെയൊന്നും പോവരുത്. ഈ ലോകത്ത് ഒരുപാട് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും അവരവരുടെ ജീവനാണ് വില കൊടുക്കേണ്ടുന്നത്. വേറൊരാളിന് വേണ്ടി നമ്മൾ മരിക്കുകയും വേറൊരാളത്തിൻ്റെ കൈകൊണ്ടോ ഒരുത്തിയുടെ കൈകൊണ്ടോ കൊല്ലപ്പെടാൻ നിന്ന് കൊടുക്കരുത്. ബൈ. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. നമ്മുടെ SSLC കുഞ്ഞുങ്ങളുടെ പരീക്ഷയുടെ കൗണ്ട് ഡൗൺ ആയി. അത് പല വീടുകളിലും കാണും അല്ലേ പരീക്ഷക്കാരെ.
അവരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. വീട്ടിലിരിക്കുന്നവർ നമ്മളൊക്കെ പറഞ്ഞവർ കേൾക്കും. സ്നേഹത്തോടെ പറഞ്ഞാൽ ആരാ കേൾക്കാതിരിക്കുന്നത്? ഗൈസ്, എല്ലാവർക്കും നന്മകൾ നേരുന്നു. ബൈ ബൈ.